ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. ഈ ഒരു നോമ്പ് സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ്. മുട്ട വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ മീഡിയം സൈസിലുള്ള ഒരു 4 സബോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പൊടികളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നിച്ചത് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൂട്ട് നല്ലപോലെ വെന്ത് കുഴഞ്ഞു വരണം. അതിനായിട്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ആ ഒരു എണ്ണയിൽ തന്നെ ഇത് വെന്ത് കുഴഞ്ഞു വരണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ദാ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കിഴങ്ങ് ഉടച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല പോലെ ഉടച്ചെടുത്തിട്ടാണ് ഈ ഒരു മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കിഴങ്ങുമായിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് പിടിച്ചു വരട്ടെ. അതിനായിട്ട് 1 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ഈ ഒരു കൂട്ട് നല്ലപോലെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മാവ് കുഴച്ചെടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ സമൂസ ഷീറ്റിലാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ അളവിൽ മസാല ഇതേപോലെ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മുട്ട പുഴുങ്ങിയതെടുത്തിട്ട് അത് 4 ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലൊരു പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട് ഈ ഒരു സൈഡിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ 4 സൈഡും ഈ ഒരു പേസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് മടക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് മടക്കിയെടുക്കുന്നത്. ആദ്യം ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് വക്ക് മടക്കി കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ഫില്ലിങ്സ് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 അറ്റവും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പണിയില്ല, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എളുപ്പമുള്ള ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ഷീറ്റ് എടുത്തു. അതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട പീസിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷീറ്റിന്റെ 4 സൈഡും ഇതുപോലെ മൈദാമാവ് കലക്കിയത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ നന്നായി മടക്കി കൊടുത്ത ശേഷം അതിൻ്റെ 3 അറ്റവും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഒരു കൂട്ട് ഇട്ട് കൊടുത്താലും അതിൻ്റെ പകുതി വരെ ഓയിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ഒട്ടിപ്പൊക്കെ പൊട്ടി ഫില്ലിങ്സ് ഒക്കെ പുറത്തോട്ട് പോകും. അതുപോലെ ഈ ഒരു ഷീറ്റ് വേവുന്ന പാടേ ഉള്ളൂ. ബാക്കിയെല്ലാം വെന്ത് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള ഒരു കിടിലൻ പലഹാരം റെഡിയായി കിട്ടി. ഇനി ഇതിൻ്റെ അകം എങ്ങനെയായിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.